ചൂരൽമലയിൽ നിന്നും ഫെലിക്സ് ആണ് ചേരുന്നത്. ഫെലിക്സ്, ഇപ്പോൾ രക്ഷാ ദൗത്യം നടക്കുന്നു, തെരച്ചിൽ നടക്കുന്നു. ഒരു ശരീരം വടത്തിൽ കൊണ്ടുവരുന്ന കാഴ്ച നമുക്ക് കാണാനാവുന്നുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇതിപ്പോൾ ചൂരൽമലയിലേക്കാണ് ഈ പൊട്ടിപ്പോയ തകർന്നുപോയ പാലത്തിന് പകരം അവിടെ ഇങ്ങനെ ടയർ കെട്ടി വടം കെട്ടി മൃതദേഹം അപ്പുറത്തെ വശത്തു നിന്നും ഇപ്പുറത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മുണ്ടക്കൈ ഭാഗത്തു നിന്നും ആ പ്രദേശത്തു നിന്നും കിട്ടിയ മൃതദേഹമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കുന്നത്. നേരത്തെയും കഴിഞ്ഞ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഈ മൃതദേഹങ്ങൾ ആ പ്രദേശത്ത് ഇവിടേക്ക് എത്തിച്ചത്. ഇപ്പോൾ 2 മൃതദേഹങ്ങൾ ഇതുവരെയും ചൂരൽമലയിലേക്ക് എത്തിച്ചു. ഇവിടെ എത്തിക്കുന്ന മൃതദേഹം ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഒരു മൃതദേഹം കൂടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതും അല്പസമയത്തിനകം ഇവിടേക്ക് വടം കെട്ടി ഇതുപോലെ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിക്കും. വളരെ ദാരുണമായ സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും. അതായത് ആ പ്രദേശത്തു നിന്നും ഇവിടേക്ക് ഇപ്പോൾ ഏതായാലും ഒരു തരത്തിലും വാഹനങ്ങളില്ല, വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമില്ല, പാലങ്ങളില്ല, ഒന്നും തന്നെ ഇല്ല. ആളുകൾക്ക് നടന്നു പോകാൻ കഴിയുന്ന ഒരു ചെറിയ പാലം മാത്രമാണുള്ളത്. അതും ഏത് നിമിഷവും അപകടത്തിൽപ്പെടാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഈ സംവിധാനം വഴി കയർ ഉപയോഗിച്ച് വടം കെട്ടി മൃതദേഹം അപ്പുറത്തു നിന്നും ഇപ്പുറത്തേക്ക് എത്തിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പാലം പണി പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അത് രാത്രിയാകും അത് പൂർത്തീകരിക്കാൻ. അത് രാത്രി കഴിഞ്ഞാൽ മാത്രമേ അത് അർദ്ധരാത്രിയോടുകൂടി മാത്രമേ പാല നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയൂ എന്നതാണ് സൈന്യം അറിയിക്കുന്നത്. അതുകൊണ്ട് പാലം പണി പൂർത്തീകരിച്ചാൽ മാത്രമായിരിക്കും ഇവിടുന്ന് അപ്പുറത്തേക്ക് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുക, നടന്നു പോലും പോകാൻ കഴിയുക. ഇപ്പോൾ ഉള്ളൊരു ചെറിയ പാലം മാത്രമാണ്, അതത്ര സുരക്ഷിതവുമല്ല. ഏതായാലും ഇന്നിപ്പോൾ 3ാമത്തെ മൃതദേഹമാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. 2 മൃതദേഹം ഈ വടം കെട്ടി കയറ് കെട്ടി ഇപ്പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ 2 മൃതദേഹങ്ങളിൽ ഒന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. തീർച്ചയായും ദാരുണമായ സംഭവം നമുക്ക് വിവരിക്കാനാവുന്നതിലും അപ്പുറം അത്യന്തം സങ്കടകരമാണ്. കാരണം ഇന്നലെ പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നിപ്പോൾ ഇത്ര സമയമാകുന്നു അവിടെ നിന്നും ആളുകളുടെ മൃതദേഹവുമായി ഇവിടേക്ക് എത്തിക്കാൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അത്രയേറെ ദുഷ്കരമാണ്, അത്രയേറെ വെല്ലുവിളി നിറഞ്ഞതാണ് രക്ഷാദൌത്യം എന്നത്. ഇതുവരെയും ഇവിടെ നിന്നും മണ്ണുമാന്തി യന്ത്രമടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങൾക്ക് ഈ പറയുന്ന മുണ്ടങ്കൈ എന്ന സ്ഥലത്തേക്ക് എത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അവിടെ എത്തിയാൽ മാത്രമാണ് തീർച്ചയായും കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഒരുപക്ഷെ നാളെ മാത്രമായിരിക്കും വാഹനങ്ങൾക്ക് ആ മറുകരയിലേക്ക് പോകാൻ കഴിയുക എന്നതാണ്. ഏതായാലും ദുരന്ത നിവാരണ സേനയും ഒപ്പം തന്നെ സൈന്യവും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഈ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണെങ്കിലും സജീവമായി വളരെ ദ്രുതഗതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതേസമയം അത് പൂർണ്ണമായും പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയും വൈകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഏതായാലും ഇന്ന് രാവിലെ മുതൽ ഈ പാലം നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ പാലം നിർമ്മാണത്തിന്റെ പുരോഗതി വളരെ അതിവേഗമാണ് നടക്കുന്നതെങ്കിൽ കൂടി 1ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അല്പം മുമ്പ് വരെ ശക്തമായ മഴ ഉണ്ടായിരുന്നു. മഴ പെയ്തതോടുകൂടി തന്നെ പുഴയിൽ കുത്തൊഴുക്ക് ഉണ്ടായി. അതുകൊണ്ട് തന്നെ അതിവേഗം ആ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുക സാധിക്കില്ല. പക്ഷേ സൈന്യമാണ് അത് ഏത് വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് അവർ പാലം നിർമ്മിച്ച് മുന്നോട്ട് തന്നെ പോകും. പക്ഷേ അതിന്റെ വേഗത അല്പം കുറയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴ കുറഞ്ഞു നിൽക്കുന്നത്, അന്തരീക്ഷം അനുകൂലമാകുന്നത്, കാലാവസ്ഥ അനുകൂലമാകുന്നത് തീർച്ചയായും രക്ഷാപ്രവർത്തനത്തിന് വലിയ ആശ്വാസം തന്നെയാണ്. ഏതായാലും 2 മൃതദേഹങ്ങളാണ് ഇപ്പോൾ ചൂരൽമലയിലേക്ക് എത്തിച്ചത് മുണ്ടക്കൈയിൽ നിന്നും. ഇനിയിപ്പോൾ ഒരു മൃതദേഹം കൂടി മാരികരയിലുണ്ട്. അതും അല്പസമയത്തിനകം തന്നെ കയർ കെട്ടി അവിടെ നിന്നും ഇവിടേക്ക് എത്തിക്കും. നമുക്കറിയാം ഈ അപകടത്തിന്റെ വ്യാപ്തി, ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അത് എത്രത്തോളം ഉണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അത് അവിടുത്തെ കാഴ്ചകൾ തന്നെ അത് അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ മറുകരയിലേക്ക് എത്താൻ, അതായത് മുണ്ടക്കൈ എന്ന സ്ഥലത്തേക്ക് എത്താൻ ഒരു മാർഗവുമില്ല. പാലം മാത്രം, ഒരു ചെറിയ നടക്കാൻ പറ്റുന്ന ഒരു പാലം മാത്രമാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായി അവിടെ മാറുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്നും മൃതദേഹങ്ങൾ അല്ലെങ്കിൽ പരിക്കേറ്റവരെയൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കുക വലിയ വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ്. ഏതായാലും
ഇപ്പോൾ 2 മൃതദേഹങ്ങൾ എത്തിച്ചു. കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ നിന്നും ഇവിടേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം അത്രയേറെ വലിയ അപകടമാണ്, അത്രയേറെ വലിയ ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് വാക്കുകൊണ്ട് പോലും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. കഴിഞ്ഞ ദിവസം വരെയും വളരെ സന്തോഷിച്ച് ഒപ്പം കഴിഞ്ഞവർ അവർ ഈ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ചും നിസ്സഹായരായി പോകുന്ന ഒരു ദുരന്തം എന്ന് ഉരുൾപൊട്ടൽ പോലൊരു ദുരന്തത്തെ പറയേണ്ടി വരും. അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവർ പോലും അറിയാതെ അവരുടെ മുറികളിലേക്ക്, വീടുകളിലേക്ക് കല്ലും മണ്ണും എല്ലാം മരങ്ങളും ഒക്കെ തന്നെ എത്തുന്നു. അവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാത്തൊരവസ്ഥ. അങ്ങനെ നിസ്സഹായരായി പോകുന്ന ഒരു കൂട്ടം ജനതയാണ് നമുക്ക് ചൂരൽമലയിലും ഒപ്പം തന്നെ മുണ്ടക്കയിലും കാണാൻ കഴിയുന്നത്. ചൂരൽമലയിലെ പരിക്കേറ്റവരെയും ഒപ്പം തന്നെ ഇവിടെ നിന്നും കിട്ടിയ മൃതദേഹങ്ങളും ഒക്കെ തന്നെ ഇന്നലെ തന്നെ അവിടേക്ക് ആശുപത്രികളിലേക്ക് എത്തിച്ചിരുന്നു. മേപ്പാടിയിലെ ഹെൽത്ത് സെന്ററിലും ഒപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിലുമായാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ മുണ്ടക്കയിലാണ് ഏറ്റവും നിർണായകമായ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. പക്ഷേ അവിടെ രക്ഷാപ്രവർത്തനം നടത്തണമെങ്കിൽ അത്യാധുനിക സംവിധാനങ്ങൾ വേണം, അതിന് മണ്ണുമാന്തി യന്ത്രങ്ങൾ വേണം. പക്ഷേ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ പാലം നിർമ്മിക്കാതെ ഈ പുഴ കടന്ന് മറുകരയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. അങ്ങനെ സങ്കീർണമാണ്. പക്ഷേ അപ്പോഴും അതിവേഗം രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത്തരം ദ്രുതഗതിയിൽ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം സൈന്യത്തിന്റെയും ദുരന്ത നിർവഹണ സേനയുടെയും ഒക്കെ തന്നെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നതാണ്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ മാറി നിൽക്കുന്നത് കാലാവസ്ഥ അനുകൂലം. അത് തീർച്ചയായും അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ കൂടി മഴ മാറി നിൽക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം തന്നെയാണ്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മണ്ണുമാന്തി യന്ത്രം ഈ പുഴയിൽ ഇറക്കി കല്ലുപയോഗിച്ച് അതിന്റെ ഒഴുക്ക് തടഞ്ഞു നിർത്തി പാലം നിർമ്മിക്കുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഒഴുക്ക് തടഞ്ഞു നിർത്തി പാലം നിർമ്മിച്ച് മുന്നോട്ട് പോകാൻ സൈന്യം ശ്രമിക്കുന്നു ഒരു വശത്ത്. അതേസമയം മറുവശത്ത് നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. ദാരുണമാണ്. തീർച്ചയായും ഓരോരോ മൃതദേഹങ്ങൾ അവിടേക്ക് മുണ്ടക്കയിലെ ഈ പാലത്തിന്റെ ഒരു കരയിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നും കയർ കെട്ടി വടം ഉപയോഗിച്ചുകൊണ്ട് അത് ഇപ്പുറത്തെ കരയിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അത്തരമൊരു കാഴ്ചയാണ് ചൂരൽമലയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്യന്തം സങ്കടകരം, വേദനാജനകമാണ് ഇവിടുത്തെ കാഴ്ച. തീർച്ചയായും ഇത്രയും വലിയൊരു ദുരന്തം സമീപകാലത്തൊന്നും തന്നെ നമ്മുടെ നാട് അനുഭവിച്ചിട്ടുണ്ടാവില്ല. അത്ര വലിയ ഒരു ദുരന്തത്തെയാണ് നമ്മുടെ നാട് നേരിടുന്നത്. ആ രക്ഷാപ്രവർത്തനം അത് പൂർത്തീകരിക്കാൻ പോലും കഴിയുന്നില്ല. ആ രീതിയിലുള്ള വെല്ലുവിളികൾ എല്ലാ രീതിയിലും ഉണ്ടാകുന്നു എന്നതാണ്. ഇപ്പോൾ മറ്റൊരു മൃതദേഹം ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3ാമത്തെ മൃതദേഹമാണ്. 2 മൃതദേഹങ്ങൾ മറുകരയിലേക്ക് കയർ കെട്ടി എത്തിച്ച് അവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇനി ഒരു മൃതദേഹം കൂടിയുണ്ട്. മുണ്ടക്കയിലെ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം അറിയിച്ചത് എത്ര പേരെ അവിടെ കാണാതായി എന്ന കണക്കെടുക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. അതിന്റെ സമയമല്ല, പരമാവധി ആളുകളെ അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഇന്നലെ ഇടപെട്ടോട്ടെ, പരമാവധി ആളുകളെ അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. സൈന്യവും മറ്റ് രക്ഷാദൌത്യത്തിൽപ്പെട്ടവരെല്ലാം TDRF സംഘവും എല്ലാം അവിടെ ഉണ്ട്. അപ്പോഴും അവർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നമായി അവിടെ നിന്ന് മുഹമ്മദ് ഷഹീദും ഈ രക്ഷാദൌത്യത്തിൽ ഉൾപ്പെട്ടവരും നമ്മളോട് പങ്കുവച്ച ഒരു കാര്യം, അതിന് ആവശ്യമായ യന്ത്രങ്ങൾ അവർക്കില്ല എന്നതാണ്. കോൺക്രീറ്റ് കട്ടിംഗ് മെഷീൻ അടക്കമുള്ളവ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി പ്രവർത്തനം മുന്നോട്ട് പോകൂ, അല്ലെങ്കിൽ അതങ്ങനെ മന്ദഗതിയിലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് പങ്കുവച്ചത്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും അവിടെ ഉണ്ടോ? കാരണം അവിടെ രക്ഷാദൌത്യത്തിൽ ഉൾപ്പെട്ടവർക്ക് ഇതിനോടകം ഒരു കുടിവെള്ളം പോലും എത്തിക്കാനുള്ള സംവിധാനം അവിടെ ആയിട്ടില്ല എന്നും അവരൊരു പരാതിയായി പറയുന്നുണ്ട്. മോത്തി, അല്പസമയം മുൻപ് കളക്ടർ ഇവിടെ ഉണ്ടായിരുന്നു. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് ഒപ്പം തന്നെ കെ രാജൻ എന്നിവരും ഇവിടെ എത്തി. ഈ ചൂരൽമലയിൽ എത്തിയതിനു ശേഷമാണ് അവർ തിരിച്ചു പോയത്. അപ്പോ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഈ രക്ഷാപ്രവർത്തനം എത്രയും വേഗം പൂർത്തീകരിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് സർക്കാർ എന്നതാണ് മന്ത്രിമാരടക്കം വ്യക്തമാക്കിയത്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം ആ സമയത്ത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇവിടെ ജില്ലാ ഭരണകൂടത്തിന്റെയോ മറ്റു ആളുകളൊന്നും തന്നെ ഈ സമയത്ത് നമുക്ക് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഈ ചൂരൽമലയിൽ അല്ലെങ്കിൽ ഈ എയർ ഡ്രോപ്പ് ചെയ്യുന്ന ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ്. അതേസമയം ദുരന്ത നിവാരണ സേനയുടെ വലിയൊരു സംഘം, അതിൽ 50-ലധികം ആളുകളുണ്ട്. ഒപ്പം തന്നെ സൈന്യത്തിന്റെ 100-ലധികം ആളുകളൊക്കെ തന്നെ ഇപ്പോൾ മുണ്ടക്കൈ മേഖലയിലേക്ക്
പോയിട്ടുണ്ട് എന്നതാണ്. അതായത് ഈ ഒരു ചെറിയ പാലമാണ്. ഈ ചെറിയ പാലം കടന്ന് കൂടുതൽ രക്ഷാപ്രവർത്തകർ മറുകരയിലേക്ക് എത്തുന്നു, മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തുന്നു എന്നതാണ്. അതേസമയം തീർച്ചയായും കൂടുതൽ രക്ഷാപ്രവർത്തനം ആവശ്യമാണ്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിലായി മണ്ണിൽ പുതിഞ്ഞു കിടക്കുന്ന ആളുകളൊക്കെ തന്നെ അവരെയൊക്കെ തന്നെ പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ എവിടം വരെ എത്തിച്ചാലും ഇത് ഒറ്റൊരു, അതായത് പുറം ലോകത്തേക്ക് എത്തിക്കണമെങ്കിൽ ഇതാണ് ഒരേ ഒരു മാർഗം. മൃതദേഹങ്ങൾ ഈ രീതിയിൽ വടം കെട്ടി കയർ കെട്ടി പുറത്തേക്ക് എത്തിക്കുക മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പാലം തകർന്നതോടുകൂടി തന്നെ മാർഗം. മറ്റൊരു വഴിയും ഇല്ല എന്നതാണ്. തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാവിലെ ഈ ആശുപത്രിയിലൊക്കെ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞത് തങ്ങളുടെ മക്കളെ കാണുന്നില്ല, അല്ലെങ്കിൽ ബന്ധുക്കളെ ഒന്നും തന്നെ കാണുന്നില്ല, 10-18 പേരെ കാണുന്നില്ല എന്നൊരു കുടുംബത്തിലെ ഒരു കുടുംബാംഗം തന്നെ പറയുന്നു. അത്രയധികം വേദനാജനകമാണ് മുണ്ടക്കയിലെ കാഴ്ചകൾ. തീർച്ചയായും അത് നമ്മളെ ആർക്കും അത് എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ കഴിയില്ല. അത്ര വേദനാജനകം തന്നെയാണ് കാഴ്ചകൾ. ഏതായാലും ഇപ്പോൾ മൂന്നാമത്തെ മൃതദേഹവും ഇവിടേക്ക്, അതായത് ചൂരൽമലയിലെ ഈ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. മുണ്ടക്കൈ മേഖലയിൽ സൈന്യവും ഒപ്പം തന്നെ ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും അങ്ങനെ എല്ലാ സേനയും ആ പ്രദേശത്ത് കൂടുതലായി എത്തിയിട്ടുണ്ട് എന്നതാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സംഘങ്ങൾ മാത്രമല്ല, അതിലുപരി കൂടുതൽ സംഘത്തെ ആ പ്രദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. കാരണം ആ ദുരന്തത്തിന്റെ വ്യാപ്തി അത്രത്തോളം വലുതാണ്. അത്രയധികം ആളുകൾ അവിടെ എത്തിയാൽ മാത്രമേ എത്രയും വേഗം ഈ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാവണം കൂടുതൽ സേനാംഗങ്ങളെ ആ പ്രദേശത്ത്. കാരണം ചൂരൽമലയിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടിയിലേറെ ആളുകൾ മുണ്ടക്കൈ മേഖലയുണ്ട്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനം ഈ സമയത്ത് ആവശ്യം വരുന്നത്. കാരണം ഇന്നലെ ചൂരൽമല ഭാഗത്തെ ആളുകളെ ഒക്കെ തന്നെ പരിക്കേറ്റവരെയും മറ്റുമൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് ഇന്നലെ തന്നെ എത്തിക്കാൻ കഴിഞ്ഞു. മുണ്ടക്കൈ മേഖലയിലാണ്